Hello friends, welcome back. ഇന്ന് ഞാൻ ഒരു അടിപൊളി Oreo Bikis nut puddingന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചെറിയ 2 Oreo പാക്കറ്റ് എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ ആയി പൊടിയേണ്ട ആവശ്യമില്ല. 2 പാക്കറ്റിലും കൂടെ 10 ബിസ്ക്കറ്റ് ആണ് നമ്മൾ ഇവിടെ പൊടിച്ചെടുക്കുന്നത്. പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് പൊടിച്ച ബിസ്ക്കറ്റ് മാറ്റിയതിനു ശേഷം പൊടിയാത്ത പീസസ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ലെയർ ആയിട്ടുള്ള എഗ്ഗ്ലെസ് കസ്റ്റർഡ് തയ്യാറാക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ മിക്സും ചേർത്ത് കണ്ടിന്യൂസ് ആയി ഇളക്കി കുറുക്കിയെടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസി ആകുന്നവരെ കുറുക്കിയെടുക്കണം. എന്നിട്ട് ഒന്ന് കുറച്ചു നേരം ചൂടാറാൻ വേണ്ടി വെക്കണം. നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ച ബിസ്ക്കറ്റ് ലെയർ പുറത്തെടുത്ത് അതിന് മുകളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കാഷ്യൂ നട്ട്സ് ചേർത്തതിനു ശേഷം തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് ഒഴിക്കുക. സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി തേർഡ് ലെയറിലേക്കായി മിൽക്ക് ബിക്കീസിൻ്റെ ക്രീം ബിസ്ക്കറ്റ് ചെറിയ പാക്ക് എടുത്ത് നേരത്തെ ഒറിയോ പൊടിച്ച പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയാണ് പാക്കറ്റിൽ ഇട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നത്. 9 ക്രീം ബിസ്ക്കറ്റാണ് ഈ ചെറിയ പാക്കറ്റിൽ ഉണ്ടാവുക. പൊടിച്ച മിൽക്ക് ബിക്കീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ഫൈനൽ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നതിനായി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കണം. അതിനായി ഒരു പാത്രത്തിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ചൂടാക്കാൻ വെക്കണം. ചൂടാക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഏകദേശം 50 ഗ്രാം വരുന്ന ചോക്ലേറ്റ് ബാർ ഇട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മെല്ലോയുടെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നതോടെ ഗനാഷെ തയ്യാറാകും. ഗനാഷെ തയ്യാറായതിനു ശേഷം കുറച്ചു നേരം ചൂടാറാൻ വേണ്ടി വെക്കണം. ഗനാഷെ ചൂടാറിയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച പുഡിംഗ് ബൗൾ എടുത്ത് കസ്റ്റർഡ് ലെയറിന് മുകളിൽ ചെറുതായി അരിഞ്ഞു വെച്ച ബദാം പീസസ് ആഡ് ചെയ്ത് അതിന് മുകളിലേക്ക് തേർഡ് ലെയറായി മിൽക്ക് ബിക്കീസ് മിക്സ് ചേർത്ത് സെറ്റ് ചെയ്തെടുക്കുക. ശേഷം അതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ച ഗനാഷെ കൂടി ഒഴിക്കുന്നതോടെ നമ്മുടെ ഓറിയോ ബിക്കീസ് നട്ട് പുഡിംഗ് ഇവിടെ റെഡിയാകുന്നതാണ്. സിമ്പിൾ ഡെക്കറേഷന് വേണ്ടി ഒരു ഒറിയോയും ഒരു മിൽക്ക് ബിക്കീസും പുഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിനു ശേഷം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഫൈനലായി സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.